നമസ്കാരം. കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ 101 ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഇ കെ നയനാർ. ഉത്തരം ഇ കെ നയനാർ. 4009 ദിവസമാണ് ഇ കെ നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്. 4009 ദിവസമാണ് ഇ കെ നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്. അടുത്ത ചോദ്യം: ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി? ഉത്തരം കെ കരുണാകരൻ. കെ കരുണാകരൻ 4 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് കെ കരുണാകരനും ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ഇ കെ നയനാരും. അടുത്ത ചോദ്യം: കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട്. ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ഇ എം എസ് തന്നെയാണ് കേരളത്തിലെ രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവ്. അടുത്ത ചോദ്യം: കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വ്യക്തി ആരാണ്? കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വ്യക്തി. അടുത്ത ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തി? ഉത്തരം കെ എം മാണി. കെ എം മാണി. കെ എം മാണിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്നത്. അടുത്ത ചോദ്യം: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി ആരാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം കെ എം മാണി. കെ എം മാണിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം: കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു കാലം അംഗമായിരുന്ന വ്യക്തി ആരാണ്? കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു കാലം അംഗമായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം സി ഹരിദാസ്. ഉത്തരം സി ഹരിദാസ്. അടുത്ത ചോദ്യം: കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു കാലം മന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം എം പി വീരേന്ദ്രകുമാർ. എം പി വീരേന്ദ്രകുമാർ. അടുത്ത ചോദ്യം: ഏറ്റവും കൂടുതൽ തവണ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി കേരള നിയമസഭയിലെത്തിയ വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം, ഏറ്റവും കൂടുതൽ തവണ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി കേരള നിയമസഭയിൽ എത്തിയ വ്യക്തി ആരാണ്? ഉത്തരം സ്റ്റീഫൻ പാതുവ. സ്റ്റീഫൻ പാതുവ. അടുത്ത ചോദ്യം: നിയമസഭയിൽ അംഗമാകാത്തതും സഭയെ അഭിമുഖീകരിക്കാത്തതുമായ ഏക മന്ത്രി, ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ ഏക മന്ത്രി എന്നീ വിശേഷണങ്ങളുള്ള വ്യക്തി ആരാണ്? നിയമസഭയിൽ അംഗമാകാത്തതും സഭയെ അഭിമുഖീകരിക്കാത്തതുമായ ഏക മന്ത്രി, ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേരളത്തിലെ ഏക മന്ത്രി എന്നീ പ്രത്യേകതകളുള്ള വ്യക്തി? ഉത്തരം കെ മുരളീധരൻ. കെ മുരളീധരൻ. അടുത്ത ചോദ്യം: ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്തിരുന്ന വ്യക്തി ഏതാണ്? ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്തിരുന്ന വ്യക്തി? ഉത്തരം എം വി രാഘവൻ. ഉത്തരം എം വി രാഘവൻ. ഇദ്ദേഹം വ്യത്യസ്തമായ 7 നിയമസഭാ മണ്ഡലങ്ങളെയാണ് കേരള നിയമസഭയിൽ പ്രതിനിധാനം ചെയ്തിരുന്നത്. എം വി രാഘവൻ 7 വ്യത്യസ്ത നിയമസഭാ മണ്ഡലങ്ങളെയാണ് കേരള നിയമസഭയിൽ പ്രതിനിധാനം ചെയ്തിരുന്നത്. അടുത്ത ചോദ്യം: കേരള നിയമസഭയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? കേരള നിയമസഭയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം മാത്യു ടി തോമസ്. മാത്യു ടി തോമസ് ആണ് കേരള നിയമസഭയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഇദ്ദേഹം കേരള നിയമസഭയിലെത്തുമ്പോൾ 25 വർഷവും 6 മാസവുമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രായം. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ വ്യക്തി ആരാണ്? ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള നിയമസഭയിൽ മന്ത്രിയായ വ്യക്തി ആരാണ്? ഉത്തരം രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല.
രമേശ് ചെന്നിത്തല തന്റെ 28ാമത്തെ വയസ്സിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായി. 1986 മുതൽ 87 വരെയുള്ള കാലത്താണ് രമേശ് ചെന്നിത്തല കേരള നിയമസഭയിൽ മന്ത്രിയായത്. അടുത്ത ചോദ്യം. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയ കേരളത്തിലെ ആദ്യ നിയമസഭാംഗം ആരാണ്? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയ കേരളത്തിലെ ആദ്യ നിയമസഭാംഗം ആരാണ്? ഉത്തരം ആർ ബാലകൃഷ്ണപിള്ള. ഉത്തരം ആർ ബാലകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം. ലോകസഭാംഗമായിരിക്കുമ്പോൾ കേരള മന്ത്രിസഭയിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ്? ലോകസഭാംഗം ആയിരിക്കുമ്പോൾ കേരള മന്ത്രിസഭയിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ആർ ബാലകൃഷ്ണപിള്ള. ആർ ബാലകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം. ഒരേ കാലയളവിൽ നിയമസഭാംഗങ്ങൾ ആയിരുന്ന അച്ഛനും മകനും ആരാണ്? ഒരേ കാലയളവിൽ നിയമസഭാ അംഗങ്ങളായിരുന്ന അച്ഛനും മകനും ആരാണ്? ഉത്തരം ആർ ബാലകൃഷ്ണപിള്ളയും മകനായിരുന്ന ഗണേഷ് കുമാറും. ആർ ബാലകൃഷ്ണപിള്ളയും മകനായിരുന്ന കെ ബി ഗണേഷ് കുമാറുമാണ് ഒരേ കാലയളവിൽ നിയമസഭാ അംഗങ്ങളായിരുന്ന അച്ഛനും മകനും. അടുത്ത ചോദ്യം. കേരള നിയമസഭാ ചരിത്രത്തിൽ പാസായ ഏക അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആര്? കേരള നിയമസഭാ ചരിത്രത്തിൽ പാസായ ഏക അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആര്? ഉത്തരം പി കെ കുഞ്ഞ്. ഉത്തരം പി കെ കുഞ്ഞ്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു പി കെ കുഞ്ഞ്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു പി കെ കുഞ്ഞ്. കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച സമയത്തെ മന്ത്രിയും പി കെ കുഞ്ഞായിരുന്നു. കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച സമയത്തെ മന്ത്രിയും പി കെ കുഞ്ഞായിരുന്നു. അടുത്ത ചോദ്യം. കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച് വിജയിച്ചത് ആരാണ്? കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആരാണ്? ഉത്തരം കെ കെ ശൈലജ. ഉത്തരം കെ കെ ശൈലജ. മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമാണ് ശൈലജ വിജയിച്ചത്. 60,963 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കെ കെ ശൈലജ വിജയിച്ചത്. മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 60,963 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ കെ ശൈലജ വിജയിച്ചത്. അടുത്ത ചോദ്യം. കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആരാണ്? കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആരാണ്? ഉത്തരം എ എ അസീസ്. എ എ അസീസ്. കൊല്ലം ജില്ലയിലെ ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. കൊല്ലം ജില്ലയിലെ ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം. കേരള നിയമസഭാംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ഡോക്ടർ എ ആർ മേനോൻ. ഡോക്ടർ എ ആർ മേനോൻ. അടുത്ത ചോദ്യം. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ സ്പീക്കർ ആരാണ്? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ സ്പീക്കർ ആരാണ്? ഉത്തരം കെ എം സീതി സാഹിബ്. കെ എം സീതി സാഹിബ്. അടുത്ത ചോദ്യം. കേരള നിയമസഭയ്ക്ക് പുറത്തുവച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഏക എം.എൽ.എ. ആരാണ്? കേരള നിയമസഭയ്ക്ക് പുറത്തുവച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഏക എം.എൽ.എ. ആരാണ്? ഉത്തരം മത്തായി ചാക്കോ. ഉത്തരം മത്തായി ചാക്കോ. അടുത്ത ചോദ്യം. ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ഉത്തരം മലപ്പുറം. മലപ്പുറം ജില്ലയിൽ 16 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. മലപ്പുറം ജില്ലയിൽ 16 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം. ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ള ജില്ല ഏത്? ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ള ജില്ല ഏത്? ഉത്തരം വയനാട്. ഉത്തരം വയനാട്. വയനാട് ജില്ലയിൽ 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ഉള്ളത്. വയനാട് ജില്ലയിൽ 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ഉള്ളത്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആകെ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? കേരളത്തിലെ ആകെ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം. ഉത്തരം 16.
കേരളത്തിൽ ആകെ 16 സംവരണ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ 14 പട്ടികജാതി സംവരണ മണ്ഡലങ്ങളും 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുമാണ് ഉള്ളത്. ആകെയുള്ള 16 സംവരണ മണ്ഡലങ്ങളിൽ 14 എണ്ണം പട്ടികജാതി സംവരണ മണ്ഡലങ്ങളും ശേഷിക്കുന്ന 2 എണ്ണം പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളുമാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ മുഖ്യമന്ത്രി ആകാത്ത പ്രതിപക്ഷ നേതാക്കൾ ആരൊക്കെയാണ്? കേരളത്തിൽ മുഖ്യമന്ത്രി ആകാത്ത പ്രതിപക്ഷ നേതാക്കൾ ആരൊക്കെയാണ്? ഉത്തരം പി.ടി. ചാക്കോ, ടി.കെ. രാമകൃഷ്ണൻ, രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ. കേരളത്തിൽ മുഖ്യമന്ത്രിമാർ ആകാത്ത പ്രതിപക്ഷ നേതാക്കൾ പി.ടി. ചാക്കോ, ടി.കെ. രാമകൃഷ്ണൻ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ എന്നിവർ. അടുത്ത ചോദ്യം, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രി ആരാണ്? അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രി ആരാണ്? ഉത്തരം വി.കെ. വേലപ്പൻ. അധികാരത്തിൽ ഇരിക്കെ അന്തരിച്ച ആദ്യ മന്ത്രിയാണ് വി.കെ. വേലപ്പൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്ന വനിത ആരാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്ന വനിത ആരാണ്? ഉത്തരം കെ.ആർ. ഗൗരിയമ്മ. ഉത്തരം കെ.ആർ. ഗൗരിയമ്മ. അടുത്ത ചോദ്യം, ഏറ്റവും കുറച്ചുകാലം നിയമസഭാംഗമായിരുന്ന വനിത ആരാണ്? ഏറ്റവും കുറച്ചുകാലം നിയമസഭാംഗമായിരുന്ന വനിത റേച്ചൽ സണ്ണി പനവേലി. റേച്ചൽ സണ്ണി പനവേലി. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്ന വനിത കെ.ആർ. ഗൗരിയമ്മയും ഏറ്റവും കുറച്ചുകാലം നിയമസഭാംഗമായിരുന്ന വനിത റേച്ചൽ സണ്ണി പനവേലിയും. അടുത്ത ചോദ്യം, കേരളത്തിൽ ഉപമുഖ്യമന്ത്രിമാർ ആയിരുന്നവർ ആരൊക്കെയാണ്? കേരളത്തിൽ ഉപമുഖ്യമന്ത്രിമാർ ആയിരുന്നവർ ആരൊക്കെ? ആകെ 3 പേരാണ് കേരളത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നത്. അവർ ആർ ശങ്കർ, സി.എച്ച്. മുഹമ്മദ് കോയ, ഔക്കാദർ കുട്ടിനഹ എന്നിവരാണ്. കേരളത്തിൽ ഉപമുഖ്യമന്ത്രി പദം വഹിച്ചിരുന്നവർ ആർ ശങ്കർ, സി.എച്ച്. മുഹമ്മദ് കോയ, ഔക്കാദർ കുട്ടിനഹ. അടുത്ത ചോദ്യം, 2 തവണ ഉപമുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആര്? 2 തവണ ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം സി.എച്ച്. മുഹമ്മദ് കോയ. സി.എച്ച്. മുഹമ്മദ് കോയയാണ് 2 തവണ ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഔക്കാദർ കുട്ടിനഹ. ഔക്കാദർ കുട്ടിനഹയാണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. അടുത്ത ചോദ്യം, കേരള നിയമസഭയിൽ അംഗമായ ആദ്യ IAS ഓഫീസർ ആരാണ്? കേരള നിയമസഭയിൽ അംഗമായിരുന്ന ആദ്യ IAS ഓഫീസർ ആരാണ്? ഉത്തരം അൽഫോൺസ് കണ്ണന്താനം. അൽഫോൺസ് കണ്ണന്താനം. അടുത്ത ചോദ്യം, കേരള നിയമസഭാ ചരിത്രത്തിലെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർമാർ ആരൊക്കെയാണ്? കേരള നിയമസഭാ ചരിത്രത്തിലെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർമാർ ആരൊക്കെയാണ്? ഉത്തരം K.O. ആയിഷ ഭായി, നഫീസത്ത് ബീവി, ഭാർഗവി തങ്കപ്പൻ. K.O. ആയിഷ ഭായി, നഫീസത്ത് ബീവി, ഭാർഗവി തങ്കപ്പൻ എന്നിവരാണ് കേരള നിയമസഭാ ചരിത്രത്തിലെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർമാർ. അടുത്ത ചോദ്യം, കേരള നിയമസഭാംഗമല്ലാതിരിക്കെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്? കേരള നിയമസഭാംഗം അല്ലാതിരിക്കെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്? ഉത്തരം സി അച്യുതമേനോൻ, A.K. ആന്റണി, E.K. നയനാർ. സി അച്യുതമേനോൻ, A.K. ആന്റണി, E.K. നയനാർ എന്നിവരാണ് കേരള നിയമസഭാംഗം അല്ലാതിരിക്കെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തികൾ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സ്പീക്കർ ആരാണ്? കേരളത്തിലെ ആദ്യ സ്പീക്കർ K. ശങ്കരനാരായണൻ തമ്പി.
കെ ശങ്കരനാരായണൻ തമ്പിയാണ് കേരളത്തിലെ ആദ്യ സ്പീക്കർ. കേരളത്തിലെ രണ്ടാമത്തെ സ്പീക്കർ കെ എം സീതി സാഹിബ്. കേരളത്തിലെ രണ്ടാമത്തെ സ്പീക്കർ ആയിരുന്നത് കെ എം സീതി സാഹിബ്. അടുത്ത ചോദ്യം, സ്പീക്കർ പദവിയിലെത്തിയ ആദ്യ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി ആരാണ്? സ്പീക്കർ പദവിയിലെത്തിയ ആദ്യ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി ആരാണ്? ഉത്തരം കെ എം സീതി സാഹിബ്. കെ എം സീതി സാഹിബാണ് സ്പീക്കർ പദവിയിലെത്തിയ ആദ്യ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തി. അടുത്ത ചോദ്യം, സ്പീക്കർ പദവിയിലിരിക്കെ മരണപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? സ്പീക്കർ പദവിയിലിരിക്കെ മരണപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ആകെ 2 പേരാണ് സ്പീക്കർ പദവിയിലിരിക്കെ മരണപ്പെട്ടവര്. ആദ്യത്തേത് കെ എം സീതി സാഹിബ്, രണ്ടാമത്തെ വ്യക്തി ജി കാർത്തികേയൻ. ആദ്യ വ്യക്തി കെ എം സീതി സാഹിബും രണ്ടാമത്തെ വ്യക്തി ജി കാർത്തികേയനും. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ പദവി വഹിച്ചിരുന്ന വ്യക്തി? ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ പദവി വഹിച്ചിരുന്ന വ്യക്തി? ഉത്തരം വക്കം പുരുഷോത്തമൻ. വക്കം പുരുഷോത്തമനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ പദവി വഹിച്ചിരുന്നത്. അടുത്ത ചോദ്യം, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയിരുന്ന വ്യക്തി ആരാണ്? തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം എം വിജയകുമാർ. എം വിജയകുമാർ. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ പദവി വഹിച്ചിരുന്നത് വക്കം പുരുഷോത്തമനാണ്. എന്നാൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയിരുന്ന വ്യക്തി എം വിജയകുമാർ. അടുത്ത ചോദ്യം, ഏറ്റവും കുറച്ചു കാലം സ്പീക്കർ പദവി വഹിച്ചിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കുറച്ചു കാലം സ്പീക്കർ പദവി വഹിച്ചിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം എ സി ജോസ്. എ സി ജോസ് ആണ് ഏറ്റവും കുറച്ചു കാലം സ്പീക്കർ പദവി വഹിച്ചിരുന്ന വ്യക്തി. അടുത്ത ചോദ്യം, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സ്പീക്കർ ആര്? കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ തവണ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സ്പീക്കർ ആരാണ്? ഉത്തരം എ സി ജോസ്. എ സി ജോസ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം പ്രോടേം സ്പീക്കർ ആയിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം പ്രോടേം സ്പീക്കർ ആയിരുന്ന വ്യക്തി? ഉത്തരം റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസ് ആണ് ഏറ്റവും കൂടുതൽ കാലം പ്രോടേം സ്പീക്കർ ആയിരുന്ന വ്യക്തി. അടുത്ത ചോദ്യം, സ്പീക്കറുടെ ചുമതലകൾ വഹിച്ച കേരളത്തിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? സ്പീക്കറുടെ ചുമതലകൾ വഹിച്ച കേരളത്തിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഉത്തരം നഫീസത്ത് ബീവി. നഫീസത്ത് ബീവി. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കർ പദവി വഹിച്ചിരുന്ന വ്യക്തി? ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കർ പദവി വഹിച്ചിരുന്ന വ്യക്തി? ഉത്തരം ആർ എസ് ഉണ്ണി. ഉത്തരം ആർ എസ് ഉണ്ണി. അടുത്ത ചോദ്യം, ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ? ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ? ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ. സി എച്ച് മുഹമ്മദ് കോയയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ. അടുത്ത ചോദ്യം, 2 തവണ സ്പീക്കർ ആയിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? 2 തവണ സ്പീക്കർ ആയിരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ഉത്തരം വക്കം പുരുഷോത്തമൻ, തേറമ്പിൽ രാമകൃഷ്ണൻ. വക്കം പുരുഷോത്തമൻ, തേറമ്പിൽ രാമകൃഷ്ണൻ എന്നീ 2 പേരാണ് കേരള നിയമസഭയിൽ 2 തവണ സ്പീക്കർ ആയിരുന്ന വ്യക്തികൾ. അടുത്ത ചോദ്യം, കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ. കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസ്. കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസ്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി കന്റോൺമെന്റ് ഹൗസ്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി കന്റോൺമെന്റ് ഹൗസ്. കേരള നിയമസഭ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയാണ് നീതി. കേരള നിയമസഭ സ്പീക്കറുടെ ഔദ്യോഗിക വസതിയാണ് നീതി. അടുത്ത ചോദ്യം, തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനവും ഏർപ്പെടുത്തിയ കേരള മുഖ്യമന്ത്രി ആരാണ്? തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനവും ഏർപ്പെടുത്തിയ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം എ കെ ആന്റണി. എ കെ ആന്റണി. അടുത്ത ചോദ്യം, തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്?
തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം സി. അച്യുതമേനോൻ. സി. അച്യുതമേനോനാണ് തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. പിണറായി വിജയനാണ് തുടർച്ചയായി രണ്ടാമത്തെ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി. പിണറായി വിജയനാണ് തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി. അടുത്ത ചോദ്യം, പ്രതിപക്ഷ നേതാവായ ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? പ്രതിപക്ഷ നേതാവായ ആദ്യ കേരള മുഖ്യമന്ത്രി. ഉത്തരം EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, ഒന്നാം കേരള നിയമസഭയിലേക്ക് EMS തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതായിരുന്നു? ഒന്നാം കേരള നിയമസഭയിലേക്ക് EMS തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാണ്? ഉത്തരം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം. അടുത്ത ചോദ്യം, കേരള മുഖ്യമന്ത്രി ആയ ശേഷം ഗവർണർ പദവിയിലെത്തിയ ഏക വ്യക്തി ആരാണ്? കേരള മുഖ്യമന്ത്രി ആയ ശേഷം ഗവർണർ പദവിയിലെത്തിയ ഏക വ്യക്തി ആരാണ്? ഉത്തരം പട്ടം താണുപിള്ള. ഉത്തരം പട്ടം താണുപിള്ള. അടുത്ത ചോദ്യം, 2013 ജനുവരിയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരാണ്? 2013 ജനുവരിയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം സി. അച്യുതമേനോൻ. സി. അച്യുതമേനോൻ. അടുത്ത ചോദ്യം, ഏറ്റവും കുറച്ചുകാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കുറച്ചുകാലം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയ വ്യക്തി. ഉത്തരം VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനാണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത്. അദ്ദേഹത്തിന്റെ 83-ാമത്തെ വയസ്സിലാണ് കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അച്യുതാനന്ദന്റെ 83-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അടുത്ത ചോദ്യം, 1975 അടിയന്തരാവസ്ഥ കാലത്ത് കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? 1975 അടിയന്തരാവസ്ഥ കാലത്ത് കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം സി. അച്യുതമേനോൻ. ഉത്തരം സി. അച്യുതമേനോൻ. ആ സമയത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്നത് K. കരുണാകരനും കേരള ഗവർണർ ആയിരുന്നത് NN വാഞ്ചുവുമാണ്. 1975 അടിയന്തരാവസ്ഥ കാലത്ത് കേരള മുഖ്യമന്ത്രി ആയിരുന്നത് സി. അച്യുതമേനോനും ആഭ്യന്തരമന്ത്രി K. കരുണാകരൻ, ഗവർണർ ആയിരുന്നത് NN വാഞ്ചു. അടുത്ത ചോദ്യം, കേരള നിയമസഭാ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ആദ്യ അംഗം ആരാണ്? കേരള നിയമസഭാ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ആദ്യ അംഗം ആരാണ്? ഉത്തരം CG ജനാർദ്ദനൻ. ഉത്തരം CG ജനാർദ്ദനൻ. അടുത്ത ചോദ്യം, R. ശങ്കർ ആരംഭിച്ച പത്രം ഏതാണ്? R. ശങ്കർ ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം ദിനമണി. R. ശങ്കർ ആരംഭിച്ച പത്രമാണ് ദിനമണി. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത്. അടുത്ത ചോദ്യം, EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാല. തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാലയിലാണ് EMS അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആരാണ്? 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം പട്ടം താണുപിള്ള. ഉത്തരം പട്ടം താണുപിള്ള. അടുത്ത ചോദ്യം, പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രിയായിരുന്നത്. ഉത്തരം AK ആന്റണി. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നത് AK ആന്റണി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം AK ആന്റണി. AK ആന്റണിയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി.
AK ആന്റണിയുടെ 37ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാകുന്നത്. അടുത്ത ചോദ്യം, രാജ്ഭവന് പുറത്തുവെച്ച് അധികാരമേറ്റ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? രാജ്ഭവന് പുറത്തുവെച്ച് അധികാരമേറ്റ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദനാണ് രാജ്ഭവന് പുറത്തുവെച്ച് അധികാരമേറ്റ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, കയ്യൂർ, മൊറാഴ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രി ആരാണ്? കയ്യൂർ, മൊറാഴ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി. ഉത്തരം EK നയനാർ. കയ്യൂർ, മൊറാഴ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള കേരള മുഖ്യമന്ത്രിയാണ് EK നയനാർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി ഡയസ് നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൽ ആദ്യമായി ഡയസ് നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം C അച്യുതമേനോൻ. C അച്യുതമേനോനാണ് കേരളത്തിൽ ആദ്യമായി ഡയസ് നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, VT ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? VT ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് VT ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്. അടുത്ത ചോദ്യം, ഒന്നാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഒന്നാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട് കമ്മീഷനെ നിയമിച്ച വർഷം 1957. കമ്മീഷനെ നിയമിച്ചത് 1957. ആകെ 4 ഭരണപരിഷ്കരണ കമ്മീഷനാണ് കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ളത്. ആകെ ഭരണപരിഷ്കരണ കമ്മീഷന്റെ എണ്ണം 4 ഒന്നാമത്തേതിന്റെ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്, നിയമിച്ച വർഷം 1957. രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ MK വെള്ളോടിയായിരുന്നു. രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ MK വെള്ളോടി, നിയമിച്ച വർഷം 1965. മൂന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ EK നയനാർ. മൂന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ EK നയനാർ, നിയമിച്ച വർഷം 1997. നാലാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നത് VS അച്യുതാനന്ദൻ. നാലാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നത് VS അച്യുതാനന്ദൻ, നിയമിച്ചത് 2016. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? ഉത്തരം R ശങ്കർ. R ശങ്കറാണ് കേരളത്തിലെ ആദ്യമായി ഉപമുഖ്യമന്ത്രിയായത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ പ്രോട്ടേം സ്പീക്കർ ആരാണ്? കേരളത്തിലെ ആദ്യ പ്രോട്ടേം സ്പീക്കർ റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസ് ആണ് കേരളത്തിലെ ആദ്യ പ്രോട്ടേം സ്പീക്കർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ്? കേരള നിയമസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ്? ഉത്തരം PT ചാക്കോ. ഉത്തരം PT ചാക്കോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യ ഗവർണർ ഡോക്ടർ B രാമകൃഷ്ണ റാവു. ഡോക്ടർ B രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യ ഗവർണർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരായിരുന്നു? ഉത്തരം KR ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി KR ഗൗരിയമ്മ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കേരളമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം. അടുത്ത ചോദ്യം, പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം R ശങ്കർ. R ശങ്കറാണ് പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, EMS പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടം ഏതാണ്? EMS പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടം ഏതാണ്?
ഉത്തരം 1960 മുതൽ 64 വരെയും 1970 മുതൽ 77 വരെയും. 1960 മുതൽ 64 വരെയും 1970 മുതൽ 77 വരെയുമാണ് EMS പ്രതിപക്ഷ നേതാവായി ഇരുന്നത്. അടുത്ത ചോദ്യം, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. ഉത്തരം പിണറായി വിജയൻ. പിണറായി വിജയനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്നത്. അടുത്ത ചോദ്യം, ആദ്യമായി ഒരു നിയമസഭയുടെ കാലാവധി തികച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? ആദ്യമായി ഒരു നിയമസഭയുടെ കാലാവധി തികച്ച മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ. സി അച്യുതമേനോനാണ് ആദ്യമായി ഒരു നിയമസഭയുടെ കാലാവധി തികച്ച മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം ആർ ശങ്കർ. ആർ ശങ്കർ ആണ് കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ട കേരള മുഖ്യമന്ത്രി, നിയമസഭാ കാലാവധി തികച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്നീ പ്രത്യേകതകളുള്ള വ്യക്തി. ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ട കേരള മുഖ്യമന്ത്രി, നിയമസഭാ കാലാവധി തികച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്നീ പ്രത്യേകതകളുള്ള വ്യക്തി. ഉത്തരം കെ കരുണാകരൻ. ഉത്തരം കെ കരുണാകരൻ. അടുത്ത ചോദ്യം, പഞ്ചായത്തി രാജ് നിയമം പാസാക്കുന്ന കാലത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? പഞ്ചായത്തി രാജ് നിയമം പാസാക്കുന്ന കാലത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം കെ കരുണാകരൻ. ഉത്തരം കെ കരുണാകരൻ. അടുത്ത ചോദ്യം, രാജ്ഭവന് പുറത്തുവെച്ച് അധികാരമേറ്റ രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? രാജ്ഭവന് പുറത്തുവെച്ച് അധികാരമേറ്റ രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം പിണറായി വിജയൻ. പിണറായി വിജയനാണ് രാജ്ഭവന് പുറത്തുവെച്ച് അധികാരമേറ്റ കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി. അടുത്ത ചോദ്യം, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിയമസഭാ അംഗത്വം നഷ്ടമായ കേരളത്തിലെ രണ്ടാമത്തെ വ്യക്തി ആരാണ്? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിയമസഭാ അംഗത്വം നഷ്ടമായ കേരളത്തിലെ രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഉത്തരം പി സി ജോർജ്. ഉത്തരം പി സി ജോർജ്. അടുത്ത ചോദ്യം, കേരള നിയമസഭയിലെ രണ്ടാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരള നിയമസഭയിലെ രണ്ടാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. ഉത്തരം നഫീസത്ത് ബീവി. നഫീസത്ത് ബീവിയാണ് കേരള നിയമസഭയിലെ രണ്ടാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. അടുത്ത ചോദ്യം, കാലാവധി തികച്ച ആദ്യ കേരള സ്പീക്കർ ആരാണ്? കാലാവധി തികച്ച ആദ്യ കേരള സ്പീക്കർ ആരാണ്? ഉത്തരം എം വിജയകുമാർ. എം വിജയകുമാർ ആണ് കാലാവധി തികച്ച കേരളത്തിലെ ആദ്യ സ്പീക്കർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം. ജ്യോതി വെങ്കിടാചലമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണർ ആയിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണർ ആയിരുന്ന വ്യക്തി. ഉത്തരം വി വിശ്വനാഥൻ. വി വിശ്വനാഥനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിരുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ ആരാണ്? കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ. ഉത്തരം രാം ദുലാരി സിൻഹ. രാം ദുലാരി സിൻഹയാണ് കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ. അടുത്ത ചോദ്യം, കേരളത്തിലെ മൂന്നാമത്തെ വനിതാ ഗവർണർ ആരാണ്? കേരളത്തിലെ മൂന്നാമത്തെ വനിതാ ഗവർണർ ആരാണ്? ഉത്തരം ഷീല ദീക്ഷിത്. ഷീല ദീക്ഷിത് ആണ് കേരളത്തിലെ മൂന്നാമത്തെ വനിതാ ഗവർണർ. അടുത്ത ചോദ്യം, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ ആരാണ്? അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ. ഉത്തരം സിക്കന്ദർ ഭക്ത്. സിക്കന്ദർ ഭക്ത് ആണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ. അടുത്ത ചോദ്യം, അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ കേരള ഗവർണർ. അധികാരത്തിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ കേരള ഗവർണർ. ഉത്തരം MOH ഫാറൂഖ്. MOH ഫാറൂഖ്. അടുത്ത ചോദ്യം, ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി ആരാണ്? ഉത്തരം VP മേനോൻ. ഉത്തരം VP മേനോൻ. അടുത്ത ചോദ്യം, ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ആരാണ്? ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവി. അടുത്ത ചോദ്യം,
കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ആദ്യ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആരാണ്? കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ആദ്യ ബി.ജെ.പി. അംഗം. ഉത്തരം ഒ. രാജഗോപാൽ. ഒ. രാജഗോപാൽ. തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് നിന്നാണ് അദ്ദേഹം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, കേരള നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? കേരള നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. ഉത്തരം വി. എസ്. അച്യുതാനന്ദൻ. വി. എസ്. അച്യുതാനന്ദനാണ് കേരള നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. അദ്ദേഹത്തെ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കുമ്പോൾ 92 വയസ്സും 7 മാസവും പ്രായമുണ്ടായിരുന്നു. വി. എസ്. അച്യുതാനന്ദനെ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് 92 വയസ്സുണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിച്ചേർന്നത്. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഉത്തരം ബാലുശ്ശേരി എം.എൽ.എ. ആയ സച്ചിൻ ദേവ് ആണ് 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ബാലുശ്ശേരി എം.എൽ.എ. ആയ സച്ചിൻ ദേവ്. അദ്ദേഹത്തെ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കുമ്പോൾ 27 വയസ്സായിരുന്നു പ്രായം. ബാലുശ്ശേരി എം.എൽ.എ. ആയ സച്ചിൻ ദേവിന് 27 വയസ്സാണ് നിയമസഭാംഗമായി തിരഞ്ഞെടുക്കുമ്പോഴുള്ള പ്രായം. അടുത്ത ചോദ്യം, 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം പി. ജെ. ജോസഫ്. ഉത്തരം പി. ജെ. ജോസഫ്. ഇദ്ദേഹം തൊടുപുഴയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. എം.എൽ.എ. ആയി തിരഞ്ഞെടുക്കുമ്പോൾ ഇദ്ദേഹത്തിന് 79 വയസ്സാണ് ഉണ്ടായിരുന്നത്. എം.എൽ.എ. ആയി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ പി. ജെ. ജോസഫിന് 79 വയസ്സാണ് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ രണ്ടാമതായി ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം ഏതാണ്? ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം. ഉത്തരം തിരുവിതാംകൂർ. ഉത്തരം തിരുവിതാംകൂർ. തിരുവിതാംകൂറിൽ നിയമസഭ നിലവിൽ വന്ന വർഷം 1888. 1888 ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത്. 1888 ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് നിയമനിർമ്മാണ സഭ തിരുവിതാംകൂറിൽ രൂപം കൊണ്ടത്.